പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു ചാക്രിക നിയമമുണ്ടെന്നത് നമുക്കെല്ലാം ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിലും ഋതുക്കൾ മാറി മറയുന്നതിലും ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നതും എല്ലാം ചാക്രികമായിട്ടാണ്. നിശ്ചിത കാലയളവിൽ അവയെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായി കാണാം. അങ്ങനെ നോക്കിയാൽ ജീവന് ജനനവും മരണവും വീണ്ടും വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നു വേണമല്ലോ ചിന്തിക്കാൻ. കാരണം പ്രപഞ്ചത്തിന് മുഴുവൻ എല്ലാ കാര്യങ്ങളിലും ബാധകമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു രീതി ജീവന്റെ കാര്യത്തിൽ മാത്രം എങ്ങനെ ഇല്ല എന്ന് ചിന്തിക്കാൻ കഴിയും? ജീവിതത്തെ വെറും യുക്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. യുക്തിയും നിഗൂഢതയും കൂടിച്ചേർന്നതാണ് ജീവിതം. നമ്മളെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുൻപും ജീവിച്ചിരുന്നിരിക്കാം, ഇനി മുന്നോട്ടും ജീവിച്ചിരിക്കും എന്നും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതല്ലേയുള്ളൂ. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതുപോലെ, ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതുപോലെ ഓരോ ജന്മങ്ങളിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സാഹചര്യങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രം. ചെറുപ്പത്തിൽ പഠിച്ച ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് കരുതി അത് നമ്മൾ പഠിച്ചില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിലെ ഒന്നിനെ പറ്റിയും നമുക്ക് ഓർമ്മയില്ല എന്ന് കരുതി അങ്ങനെ ഒരു ജന്മം ഉണ്ടായിരുന്നില്ല എന്നും പറയാൻ കഴിയില്ല. ഒരേ വീട്ടിൽ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും ഇരട്ട കുട്ടികളായി ജനിച്ചവർക്ക് വളർത്തുന്ന രീതിയും സാഹചര്യങ്ങളും എല്ലാം ഒന്നുപോലെ തന്നെയായിട്ടും രണ്ട് സ്വഭാവവും വ്യത്യസ്തമായ കഴിവുകളും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു മനുഷ്യനും മുഴുവനായും മറ്റൊരാളെ പോലെ ആയിരിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? എന്തോ ഒന്ന് ജനിച്ചു വീഴും മുൻപേ തന്നെ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തിൽ ആ ജീവൻ ആർജിച്ച സംസ്കാരം തന്നെയായിരിക്കും. അല്ലാതെ വേറെ എന്തിനെങ്കിലും സാധ്യത കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മരണസമയത്ത് ജീവനിൽ നിലനിൽക്കുന്ന നല്ലതും ചീത്തയുമായ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുനർജന്മം ജീവന് ഉണ്ടാവുന്നുണ്ടെന്നും അതുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ആ ജന്മത്തിൽ അനുഭവിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തിലായാലും അനുഭവിക്കേണ്ടി വരുമെന്നും സംശയമേതുമില്ലാതെ നമുക്ക് പറയേണ്ടി വരും.